ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. ഇന്നും നമ്മൾ 100 മാർക്കിന്റെ ഒരു ഫുൾ മോക്കാണ് ചെയ്യാൻ പോകുന്നത്. ജൂലൈയിൽ നടക്കാൻ പോകുന്ന LD ക്ലർക്കിന് വേണ്ടിയും ഗാദി ബോർഡ് LDCക്ക് വേണ്ടിയുമുള്ള 100 മാർക്കിന്റെ ഫുൾ മോക്ക് ടെസ്റ്റ് ആണ്. 90 മിനിറ്റ് ആണ് പരീക്ഷയുടെ സമയം, അതായത് 1.5 മണിക്കൂർ. അത് സെറ്റ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് താഴെ കമന്റ് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ വരുന്ന ആളുടെ പേര് മെൻഷൻ ചെയ്യുന്നത് ആയിരിക്കും. നമുക്ക് എക്സാമിലേക്ക് കിടക്കാം. ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ. ഉത്തരം ഓപ്ഷൻ എ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി സർദാർ KM പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി K ശിവൻ. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ബോംബെ യൂണിവേഴ്സിറ്റി. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മസ്ദൂർ കിസാൻ ശക്തി സംഘാടൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ എ അരവിന്ദ് പനാഗരിയ. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി വന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ സി 1 ജൂലൈ 2017. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം? ഉത്തരം ഓപ്ഷൻ ഡി നീരജ് ചോപ്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ബി ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കിഴക്കൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. താരതമ്യേന വീതി കുറവ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ഓപ്ഷൻ ഡി മൗണ്ട് K2. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം ഓപ്ഷൻ ബി ഗോദാവരി. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം? ഉത്തരം ഓപ്ഷൻ സി മുംബൈ. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയപാത? ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത 3. താരാപൂർ ആണവോർജം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ മഹാരാഷ്ട്ര. പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം? ഉത്തരം ഓപ്ഷൻ സി കൽക്കരി. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം? ഉത്തരം ഓപ്ഷൻ സി ഡിഗ്ബോയ്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമത്വത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി 4A. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം? ഉത്തരം ഓപ്ഷൻ ഡി വെള്ള. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏതു ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഉത്തരം ഓപ്ഷൻ എ ഹിന്ദി. ഇന്ത്യയുടെ ദേശീയ ഗീതം? ഉത്തരം ഓപ്ഷൻ ബി വന്ദേ മാതരം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഉത്തരം ഓപ്ഷൻ സി 1993. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ സി 1955. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ എ അരുൺകുമാർ മിശ്ര. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. 1928 ഹിന്ദുസ്ഥാൻ
ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ഉത്തരം ഓപ്ഷൻ ഡി 1 ഉം 2 ഉം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിസ്പിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ആസാദിന്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അഭയാർത്ഥി പ്രവാഹം, വർഗീയ ലഹള, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഉത്തരം ഓപ്ഷൻ സി 3 മാത്രം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വരുന്ന സർവകലാശാല സ്ഥാപിച്ചു. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വെള്ളത്തോൾ നാരായണ മേനോൻ തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1 ഉം 4 ഉം. നേഷൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, കേസരി, മറാത്ത, ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 3 ഉം 4 ഉം. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്, AITUC MN ജോഷി, ലാല ലജ്പത് റായ്. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്ന് അറിയപ്പെടുന്നു. INC-യുടെ ആദ്യ പ്രസിഡന്റ്. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്പറേഷൻ ബ്ലാക്ക്ബോർഡ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. 10, +2, +3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരണം 1986 ദേശീയ വിദ്യാഭ്യാസ നയം. ഉത്തരം ഓപ്ഷൻ ബി 2 ഉം 3 ഉം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1853 കൂനൻ കുരിശ് സത്യം. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ സി 1, 2, 4. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവന ശരിയല്ലാത്തത് കണ്ടെത്തുക. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമഭൂമി എന്ന് അറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂര്. ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. കൊല്ലം മുതൽ വടക്കോട്ട് 8 ശാഖകളായി സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി 2 ഉം 3 ഉം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവന ശരിയല്ലാത്തത് കണ്ടെത്തുക. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവം. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു.
ഉത്തരം ഓപ്ഷൻ ബി 2 മാത്രം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന പെരിയാർ വന്യജീവി സങ്കേതത്തിൽ. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ദേശീയ ഉദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനമാണ് പാമ്പാടുംചോല. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജൻഗു. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിന്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ഭാരത കേസരി എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. ഉത്തരം ഓപ്ഷൻ എ 1, 2, 3. കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ അപ്പച്ചൻ എന്ന് അറിയപ്പെടുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ച നേതൃത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. VT വട്ടതിരിവാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കുടുമുണ്ട കോളനി എന്ന ആശയം. ഘോഷ ബഹിഷ്കരണം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. സമത്വ സമാജം, അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം 4ഉം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ ഗുരു. ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കണ്ടെത്തുക. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തിയത് 1915. കല്ലുമാറ സമരം നടത്തിയത് 1893. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലിയ രാജാവെന്ന് വിശേഷിപ്പിച്ചു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1791 ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. 1796 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. 58 ഉത്തരം സി 3 മാത്രം. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവന ശരിയായത് കണ്ടെത്തുക.
തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കാമ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. 59ന്റെ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. ഭൂമിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഉത്തരം ഓപ്ഷൻ ബി 20%. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ റിക്കറ്റ്സിയ. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ ഡി കരൾ. ഇരപിടിയൽ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഉത്തരം ഓപ്ഷൻ സി ജലം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം? ഉത്തരം ഓപ്ഷൻ സി ടൈഫോയിഡ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നിനെത്തുന്ന പ്രദേശം? ഉത്തരം ഓപ്ഷൻ ബി തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം? ഉത്തരം ഓപ്ഷൻ ബി അന്നപൂർണ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ? ഉത്തരം ഓപ്ഷൻ എ റൈസോബിയം. അടുത്തത് മാത്സ് ആണ്. 0.01ന്റെ എത്ര ശതമാനമാണ് 0.001? ഉത്തരം ഓപ്ഷൻ ബി 10. 15, 3, 4, 5 = 25. ഇതിൽ ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളിൽ 90% കുട്ടികളും ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. ആ സ്കൂളിൽ മൊത്തം 1600 കുട്ടികൾ ഉണ്ടെങ്കിൽ തോറ്റ കുട്ടികൾ എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ എ 14.5. 156 ക്വസ്റ്റ്യൻ മാർക്കാണ്. 152, 342 റിലേഷൻ കണ്ടുപിടിക്കാനാണ്. ഉത്തരം ഓപ്ഷൻ ഡി 306. അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെടുന്നു. അരുൺ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും കണ്ണൻ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുമ്പ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? ഉത്തരം ഓപ്ഷൻ സി 360 കിലോമീറ്റർ. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ടീച്ചർ എന്നത് WCDAKCU ആണെങ്കിൽ സ്റ്റുഡന്റ് എന്ന വാക്കിന്റെ കോഡ് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി VRXPHLW. 57 ഒരു ഇക്വേഷൻ ആണ്, നമ്മൾ സോൾവ് ചെയ്യണം. ഉത്തരം ഓപ്ഷൻ എ 2. 45 സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയുള്ള ഒരു ലോഹത്തകിടിൽ നിന്ന് 9 സെന്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാം? ഉത്തരം ഓപ്ഷൻ ഡി 25. ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 110. ഒരാൾ വീട്ടിൽ നിന്ന് കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു, പിന്നീട് വലത്തോട്ടും അതിനെ തുടർന്ന് വീണ്ടും വലത്തോട്ടും തിരിഞ്ഞ് യാത്ര തുടർന്നാൽ ഏതു ദിക്കിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി കിഴക്കോട്ട്. അടുത്തത് ഇംഗ്ലീഷ് ആണ്. Let us go for a movie. ഉത്തരം ഓപ്ഷൻ ബി shall be. I went to dash national park yesterday. ഉത്തരം ഓപ്ഷൻ സി the. Choose the correct idiom for the word underlined. Siddharth is a straight arrow. ഉത്തരം ഓപ്ഷൻ എ an honest and trustworthy person. If you work at dash. ഉത്തരം ഓപ്ഷൻ ബി ആണ് you will succeed. Fox pass means. ഉത്തരം ഓപ്ഷൻ എ an embarrassing or tactless act or remark in a social situation. Choose the correct spelling. ഉത്തരം ഓപ്ഷൻ ബി. You dash obey the rules and regulations. ഉത്തരം ഓപ്ഷൻ ഡി must. Neither Sam nor Ram dash present. ഉത്തരം ഓപ്ഷൻ എ is. Rahul said I live in Chennai. Change into indirect speech. ഉത്തരം ഓപ്ഷൻ എ Rahul said that he lived in Chennai. Synonym for the word preposterous. ഉത്തരം ഓപ്ഷൻ എ contrary to reason or common sense, utterly absurd. അടുത്തത് മലയാളമാണ്. കുലം കൂലം ശരിയായ അർത്ഥജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ എ വംശം തീരം. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ ഡി മരുമകൻ.
ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും. NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് തത്തുല്യമായി ഉപയോഗിക്കുന്ന പദം? ഉത്തരം ഓപ്ഷൻ ബി. നിരാക്ഷേപ പത്രം. അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ എ. മതിയെന്നുള്ള ഭാവം. ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ സി. നനവുള്ള. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി. വിണ്ണാർ. ഋഷിയെ സംബന്ധിച്ച് ഇതിന്റെ ഒറ്റപ്പദം? ഉത്തരം ഓപ്ഷൻ സി. ആർഷ. സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. പരിപത്രം. വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. ക്ഷയം. 100 മാർക്കിന്റെ ഫുൾ മോക്കാണ്. 1.5 മണിക്കൂർ സമയം സെറ്റ് ചെയ്ത് തന്നെ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.